Hi friends, AUTOVITYയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെന്നൈയിൽ നിന്ന് വന്ന ഒരു യാരിസിന്റെ കുറച്ച് അപ്ഗ്രേഡേഷൻ വർക്കാണ്. ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്നൊരു വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ സ്റ്റിയറിംഗ് മാറ്റിയിട്ട് ഒരു ഫോർച്യൂണറിന്റെ സ്റ്റിയറിംഗ് കയറ്റണം. അത് വിത്ത് പാഡിൽ ഷിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റിയറിംഗ് കയറ്റുന്നത്. അതോടൊപ്പം തന്നെ ക്രൂയിസ് കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യണം, സ്റ്റിയറിംഗ് സ്വിച്ച്. ഇത്രയും കേസുകളാണ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത്. ഈ വണ്ടിയിൽ നിലവിൽ ഇത് ഓട്ടോമാറ്റിക് കാറാണ് നമുക്ക് പാഡിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് പുള്ളിക്ക് വേണ്ടത് പാഡിൽ ഷിഫ്റ്ററും ക്രൂയിസ് കൺട്രോളുമാണ്. നമ്മുടെ ഇവിടുത്തെക്കാളും കുറച്ചുകൂടെ വൈഡായിട്ടുള്ള റോഡുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ക്രൂയിസ് കൺട്രോളൊക്കെ യൂസ് ചെയ്ത് ഓടിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ പ്രധാനമായിട്ട് അവർ ക്രൂയിസ് കൺട്രോളിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ വണ്ടിയിൽ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പാഡിൽ ഷിഫ്റ്ററും ക്രൂയിസ് കൺട്രോളുമാണ്. നമുക്ക് അതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. ഞാൻ ആദ്യം നിങ്ങളെ ആ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കമ്പനി നൽകിയിരിക്കുന്ന സ്റ്റിയറിംഗ്. നോർമൽ സ്റ്റിയറിംഗ് ആണ്. ലെതർ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും ഇല്ല, വുഡൻ ഫിനിഷും ഇല്ല. ഇതിനകത്ത് നിലവിൽ സ്വിച്ച് ഫിറ്റ് ചെയ്യാവുന്ന കേസുള്ളൂ. പക്ഷേ നമുക്ക് ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റർ വേണ്ടതുകൊണ്ട് നമ്മൾ ഫോർച്യൂണറിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് സ്വിച്ച് ഉണ്ടാവും, പാഡിൽ ഷിഫ്റ്റർ ഉണ്ടാവും, അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ. ഈ 3 കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റിയറിംഗ് ഓൾറെഡി മാറ്റി നിലവിൽ ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് വയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യണം, അത് ഓടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി. ഓക്കെ, ഇത് വണ്ടിയുടെ സ്റ്റിയറിംഗ് സെറ്റായിട്ടില്ല. സ്റ്റിയറിംഗ് നമുക്കൊന്ന് ഇത് റെഡിയാക്കണം. അതുകൊണ്ട് നമ്മളിത് സ്റ്റിയറിംഗ് ഒന്ന് ഇത്രയും തിരിവുണ്ട് ഏകദേശം. ഇപ്പോൾ കറക്റ്റ് സ്റ്റഡിയായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. സ്റ്റിയറിംഗ് ഒന്ന് ആംഗിൾ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങോട്ടിലാണ്. ഏകദേശം കൂടുതലാവും. ഇവിടെ നെറ്റ് നോക്കാം. നോക്കിയിട്ട് നോക്കാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാം തന്നെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്ത് ഒന്ന് കറക്ഷൻ ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് അയച്ചുകൊണ്ട് ഒരുപാട് എറർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് റെഡിയാക്കണം. കാരണം നമ്മൾ എയർ ബാഗ് ഇതെല്ലാം അയച്ചേക്കുന്നതല്ലേ, അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആക്കണം. അല്ലേ പിന്നെ ഇത്രയും ദൂരം നിന്ന് വണ്ടിയല്ലേ, പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ഇപ്പോൾ നമ്മളിതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഫോക്കസ് കൊടുത്ത് ഇതെല്ലാം ഗ്രീൻ ടിക്ക് ആയിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ, ഇപ്പോൾ എല്ലാ സംഭവവും ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ പാഡിലും ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ വർക്കിങ്ങും ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതിലേക്ക് പോവാം. ഈ വണ്ടി ശരിക്കും ഇതിൻ്റെ ഗിയർ ബോക്സ് ഓടിക്കാൻ നമ്മുടെ ക്രിസ്റ്റേനേക്കാളും നല്ലൊരു സുഖമാണ്. കാരണം ഇത് 7 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി വരുന്നത്. ക്രിസ്റ്റയിൽ പാഡിൽ ചെയ്തിട്ട് അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഡ്രൈവിങ്ങിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഈ വണ്ടിയാണ്. നല്ല രസമുണ്ട് ഇത് ഓടിക്കാനായിട്ട്. ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ പാഡിലെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. ഇത് ഈ വണ്ടിക്കകത്തെന്ന് വെച്ചാൽ നമുക്കിത് ഓടിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പാഡിൽ വർക്ക് ചെയ്യുള്ളൂ. ക്രിസ്റ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചുമ്മാ നിർത്തിയേക്കുന്ന സമയത്തും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓളിയം കൺട്രോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മോഡുണ്ട്, മ്യൂട്ട്, നെക്സ്റ്റ്, പ്രീവിയസ്, കോൾ അറ്റൻഡ് ചെയ്യാൻ, ഡിസ്കണക്ട് ചെയ്യാം. ഈ ഫംഗ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യും. റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ മീറ്ററും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ഫുള്ളായിട്ട് ആക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ക്രൂയിസ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ക്രൂയിസിൻ്റെ ഇൻഫർമേഷൻസ് അവിടെ കാണാം. ഞാൻ ഇപ്പോൾ ഓടിച്ച് കഴിയുമ്പോൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നത്. ഞാനിത് മാനുവലിലേക്ക് മാറ്റുവാണ്. ഒന്ന് കാലും എടുത്തെടുക്കുവാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th, 7th 7 സ്പീഡാണിത്.
ഓക്കെ, നമ്മൾ സ്പീഡ് ആക്കാം, പക്ഷെ നമ്മൾ ബ്രേക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് ഡൗൺ ആയി വരും വണ്ടി. സെക്കൻഡ്, തേർഡ്, നമ്മൾ ഗിയർ അടിച്ച് പോകുന്ന കറക്റ്റായിട്ട് കാണാൻ പറ്റും. അഞ്ചാമത്തെ ഗിയറായി, 6ആയി, 7ആയി, ഡൗൺ ആക്കുവാണ്. പ്ലസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് ക്രൂസ് കൺട്രോൾ ആണോ ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത്. അതിലേക്ക് പോവാം. ഈ റോഡിച്ച റഷാണ്, കുറച്ചൊക്കെ മാറിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഗിയറൊക്കെ ഡൗൺ ചെയ്യാൻ നല്ല സുഖമാണ്. നമുക്ക് വേറെ കൈ അങ്ങോട്ട് എടുക്കണ്ട. മാനുവൽ ഓടിക്കുന്നത് എങ്ങനെയാണോ ആ രീതി നമുക്ക് ഓടിച്ചുകൊണ്ട് പോവാം. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ. ഫിഫ്ത്തായി, ഗിയർ അടിച്ച് പെട്ടെന്ന് നമുക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഒരു ലാഗില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ ഓട്ടോക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരാം. ഇതിപ്പോൾ നമുക്കിപ്പോൾ 4th പോകുന്നു, ഇപ്പോൾ 5th പോകുന്നെങ്കിൽ പെട്ടെന്ന് 4th ആക്കണം. ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുന്നെങ്കിൽ ഓക്കെ. ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെർഫെക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് അനുസരിച്ച് വർക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലാണ് വണ്ടി ഓടുന്നത്. ക്രൂസ് കൺട്രോൾ ഓൺ ആക്കുവാണ്. ക്രൂസ് കൺട്രോൾ ഓൺ ആകുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ വരും. ഇനി നമ്മൾ ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സെറ്റായി. ഇനിയിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല, വണ്ടി തന്നെ പോകുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡ് അപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ മുകളിലേക്ക് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് സ്പീഡ് കയറുന്നുണ്ട്. 90 ആയി, 100ലേക്ക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 100 ഇപ്പോൾ സെറ്റാണ് ക്രൂസ് കൺട്രോൾ. ഇനി നമ്മൾ എപ്പോഴാണോ ഓട്ടോമാറ്റിക്കലി അത് 100 ഇപ്പോൾ സെറ്റാണ് ക്രൂസ് കൺട്രോൾ. നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചാൽ ഈ സെറ്റ് എന്നുള്ള സംഭവം ഓഫ് ആവും. അതായത് ക്രൂസ് കൺട്രോൾ ഓഫ് ആവും. ഇപ്പോൾ ക്രൂസ് കൺട്രോൾ ഓഫായി. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി പോകില്ല. വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ സെറ്റായി. ആ 100 തന്നെയാണ് വണ്ടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്താൽ ക്രൂസ് കൺട്രോൾ ഓഫായി. ഇത് നമുക്ക് ഗിയർ മാനുവലിലേക്ക് ആക്കി 5th പോകുന്നത് 6ലേക്ക് ആക്കി, ഗിയർ 7 ആക്കി. അതുകൊണ്ട് പിന്നെ 5 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഡൗൺ ചെയ്യുകയോ അപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇതേപോലെ കമ്പനി പെർഫെക്ഷനിൽ നിങ്ങളുടെ വാഹനവും അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോവിറ്റി ഷോപ്പിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കളമശ്ശേരി മെട്രോ പില്ലർ നമ്പർ 196 സമീപത്തായിട്ടാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.